അപ്പോൾ അവരെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൂന്നാമതും പിണറായി സർക്കാർ വരുമോ എന്നുള്ള ചോദ്യം സകലയിടത്തുനിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. ഭരണത്തിന്റെ മുഖം വിരിക്കാൻ കോടികൾ എറിഞ്ഞുള്ള PR കസത്തുകൾ ഇപ്പോൾ അണിയറയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. PRDയെ പോലും ഇതിനായി സമർത്ഥമായി ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. സർക്കാരിന്റെ നെഞ്ചത്ത് ആഞ്ഞടിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ആ പ്രഹരം കൂടി വരികയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനമനസ്സറിയാൻ എന്ന പേരിൽ സർക്കാർ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ നവകേരള സർവേ യഥാർത്ഥത്തിലൊരു പാർട്ടി സർവേ ആണെന്ന് ഹൈക്കോടതി കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ നീക്കം തന്നെ അമ്പെ പാളിപ്പോയെന്ന് തന്നെ പറയേണ്ടി വരും. 2025 ഒക്ടോബറിലാണ് ഈ സർവേക്കായി സർക്കാർ ഉത്തരവിറക്കുന്നത്. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ ഉത്തരവ് വരുന്നതിനും ആഴ്ചകൾക്ക് മുമ്പേ, അതായത് സെപ്റ്റംബർ 29 തന്നെ CPM സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച് കത്തയച്ചു കഴിയുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള ഓരോ സംഘത്തിലും ഉൾപ്പെടുത്തേണ്ട പാർട്ടി അംഗങ്ങളുടെ പട്ടിക സെപ്റ്റംബർ 30 നൽകണമെന്നായിരുന്നു നിർദ്ദേശങ്ങളും. സർക്കാരിന്റെ പദ്ധതി ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുമ്പേ പാർട്ടി അതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യം, കോടതിയുടെ ചോദ്യത്തിന് മുമ്പിൽ സർക്കാരിന് കൃത്യമായി മറുപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. ജനഹിതം അറിയാനാണ് സർവേ എന്നായിരുന്നു വാദങ്ങളെല്ലാം. എന്നാൽ ഇതിനായി സ്പെഷ്യൽ PR എന്ന പേരിൽ 20 കോടി രൂപയാണ് ധനകാര്യ വകുപ്പിന് പോലും അനുമതിയില്ലാതെ വകമാറ്റിയത്. മൊബൈൽ ആപ്പ് നിർമ്മാണം മുതൽ പരസ്യം വരെ സകലതിന് പൊതുപണം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പാർട്ടി ഒരു ചിലവുമില്ലാതെ പൊതുജനം നൽകുന്ന നികുതി പണങ്ങളെല്ലാം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വിവരശേഖരണത്തിനാണ് ഈ ശ്രമങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ആദ്യഘട്ട സർവേ പൂർത്തിയായി. രണ്ടാം ഘട്ട സർവേ നടക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പുകമറ പൊളിച്ചു കൈ കൊടുത്തത്. സർക്കാർ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ പാർട്ടി സെക്രട്ടറി എങ്ങനെ അണികൾക്ക് കത്തയച്ചെന്നുള്ള ചോദ്യം സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ കോടതി വിധിയിലെ ഏറ്റവും ഗൗരവപരമായ പരാമർശം എന്നത് സാമ്പത്തിക നിയമത്തിന്റെ നഗ്നമായ ലംഘനം നടന്നു എന്നുള്ളത് തന്നെയാണ്. റൂൾസ് ഓഫ് ബിസിനസ് കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ റൂൾസ് ഓഫ് ബിസിനസ് കാറ്റിലെല്ലാം പറത്തിക്കൊണ്ട് ഈ നീക്കം പിണറായി സർക്കാരിന്റെ അഴിമതി മുഖമാണെന്ന് തുറന്നു കാണിക്കുകയാണ് ഒരു ഭാഗത്തുള്ളവർ. സ്പെഷ്യൽ PR എന്ന പേരിൽ 20 കോടി രൂപ വകമാറ്റിയത് അതുവഴി ഖജനാവിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്നത് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സർവേക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ കോടതിയിൽ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ പൊളിക്കുന്ന ആ രഹസ്യരേഖ, അല്ലെങ്കിൽ ആ ശബ്ദരേഖ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതാണ് പിണറായി വിജയന്റെ ആ ലീക്കായ ശബ്ദരേഖ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഒന്ന് കേട്ടു വരാം. ഇറങ്ങിയതാണോ നിങ്ങളെ പണ്ടർമാരി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവരെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്. അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുക. ചില കമ്പനികൾ പൈസ കൊടുക്കാൻ ബാക്കിയുള്ളതെന്ന് ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകുക. ഒരു സ്ഥാപനത്തിനകത്ത് കയറി ഉപകരണം എടുത്തുകൊണ്ടുപോകാൻ പറ്റും? തോന്നിയ പോലെ കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഒരു ആശുപത്രിയിൽ? യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ആദ്യം പുറത്തുവിട്ടത് കേരളത്തിലെ ഒരു പ്രധാന പത്രമാണ്. ഇങ്ങനെ പൈസ കൊടുക്കാത്തതുകൊണ്ട് സാധനങ്ങൾ തിരിച്ചെടുക്കാൻ പോകുകയാണ്. കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതും അതിന്റെ വില കൊടുക്കാൻ കാലതാമസം എടുക്കുന്നതൊന്നും ഒരു പുതിയ കാര്യമല്ല. എല്ലാ കാലത്തും നടന്നു വരുന്ന കാര്യമാണ്. അതവർ കൃത്യമായി കൊടുക്കാറുമുണ്ട്. പക്ഷെ അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നത് പുതിയ കാര്യമാണ്. നമ്മുടെ ഓരോ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അവരെന്താ ചെയ്തതെന്ന് അറിയില്ല. ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കണ്ടേ? ആരാണ് എന്ത് തോന്നിയാസം കാണിക്കാന്നാണ് ഒരു സ്ഥാപനത്തിൽ. ഈ ശബ്ദരേഖ കൂടി പുറത്തായതോടെ സർക്കാരിന്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനാണ് സർവേ എന്ന് കോടതിയിൽ പറഞ്ഞവർ അണികൾക്ക് നൽകിയ നിർദ്ദേശം ഇപ്പോൾ പുറത്തായ ശബ്ദരേഖയിലൂടെ നമുക്കിത് വ്യക്തമായിരിക്കുക കൂടിയാണ്. ഇത് കേവലം വികസന പാഠം മാത്രം, അല്ലെങ്കിൽ വികസന പഠനമല്ല, അതന്നെ കാലൊക്കെ മറിച്ച് സർക്കാർ ചെലവിൽ വോട്ട് പിടിക്കാനുള്ള കുതന്ത്രമായിട്ടാണ്
അത് ഇത് വ്യക്തമാക്കുന്ന പകൽ പോലെ വ്യക്തമാകുന്ന കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ വികസന ഘോഷയാത്രകളും പെൻഷൻ വർധനവും കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ LDF തയ്യാറെടുക്കുമ്പോൾ ഈ ഹൈക്കോടതി വിധിയും കൂടെ പുറത്തു വന്ന ഓഡിയോയും അവർക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ്. മറുഭാഗത്ത് കോൺഗ്രസും UDF-ഉം ഈ വിധിയുടെ ആവേശത്തിൽ കൂടിയാണ്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും മുബാസ് ഓണക്കാലിയുമാണ് ഈ നീതിപീഠത്തിന് മുന്നിൽ സത്യത്തിൽ എത്തിച്ചത്, അല്ലെങ്കിൽ നീതിപീഠത്തിന് മുന്നിൽ സത്യം എത്തിച്ചതും. ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഇതിലൂടെ പാർട്ടിക്ക് വേണ്ടി വോട്ടർമാരുമായി ബന്ധം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമുള്ള വാദം കോടതി ശരിവച്ചിരിക്കുക കൂടിയാണ്. ഈ വിവരങ്ങൾ നാളെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പാർട്ടി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതേസമയം തന്നെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. RSS കേരളത്തിൽ നടത്തിയ രഹസ്യ സർവേയുടെ വിവരങ്ങൾ കലാകൗമുദി പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് പ്രകാരം 75 മുതൽ 80 സീറ്റുകൾ വരെ LDF-ന് ലഭിക്കുമെന്നാണ് പ്രവചനങ്ങളെല്ലാം. കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും ഭരണം പിടിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സീറ്റ് നിലയായിരിക്കും LDF-ന് ലഭിക്കുക എന്നുള്ളതാണ് ഈ സർവേയുടെ കാതൽ എന്ന് പറയുന്നത്. BJP പോലും അറിയിക്കാതെ RSS നടത്തിയ ഈ സർവേയിൽ പറയുന്നത് പിണറായി വിജയന് ഇപ്പോഴും വലിയ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ്. ഇത് UDF-നെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് പോകുന്നതും അതുവഴി BJP-യുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നതുമെല്ലാം ഈ സർവേ കണ്ടെത്തുന്നുമുണ്ട്. UDF-നെ സംബന്ധിച്ച് ഇത് വലിയ തോതിലുള്ള തകർച്ച വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. മുസ്ലിം ലീഗ് അവർക്ക് ഉറപ്പുള്ള സീറ്റുകൾ നിലനിർത്തുമെങ്കിലും കോൺഗ്രസിന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നും മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ UDF ശിഥിലമാകുമെന്നും അത് BJP-ക്ക് കേരളത്തിൽ വളരാൻ അവസരമൊരുക്കുമെന്നാണ് സംഘപരിവാർ കണക്ക് കൂട്ടുന്നത്. 2031 കേരളത്തിന്റെ പ്രധാന പ്രതിപക്ഷമെങ്കിലും ആകാൻ BJP ശ്രമിക്കുന്നുമുണ്ട്. UDF-നുള്ളിലെ ഗ്രൂപ്പ് പോരുകളും നേതാക്കൾ തമ്മിലുള്ള അധികാര വടംവലികളും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുമുണ്ട്. RSS-ന്റെ സർവേ ഫലങ്ങൾ ഗൗരവമായതോടെ കടലിൽ ഗൗരവത്തോടൊന്നും കണ്ടില്ലെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചുപിടിക്കാമെന്ന UDF-ന്റെ സ്വപ്നങ്ങളെല്ലാം പാഴായി പോകും. കാരണം ഈ സർവേ ഇനിയെങ്കിലും ഗൗരവമായി കാണേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കേരളം വികസനത്തിന്റെ കൊടുമുടിയിലാണെന്ന് വരുത്തി തീർക്കാൻ പിണറായി സർക്കാർ ഇനിയുള്ള മാസങ്ങളിൽ വികസന ഘോഷയാത്രകളെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്യും. പാലങ്ങളും റോഡുകളും തുരങ്കപാതകളും ഒന്നിനു പുറകെ ഒന്നായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യും, കമ്മീഷൻ ചെയ്യപ്പെടും. അങ്ങനെ ആ അവസാന ലാപ്പിൽ കേരളത്തെ ഞങ്ങൾ വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചുവെന്ന് LDF അവകാശപ്പെടുകയും ചെയ്യും. പെൻഷൻ വർധനം അടക്കമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പരിഹാരം കണ്ടുവെന്ന് അവർ പറയുകയും ചെയ്യും. ഇതിനെ മറികടക്കാൻ കൃത്യമായ തന്ത്രങ്ങൾ UDF-ന് അല്ലെങ്കിൽ UDF-ന്റെ പക്കലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നേതാക്കൾ തമ്മിലുള്ള കുതികാൽ വെട്ടൽ നിർത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം നാം കണ്ടത് കോൺഗ്രസിനുള്ളിലെ വലിയ ഭിന്നതകളാണ്. VD സതീശനെ പോലുള്ള നേതാക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കളും KPCC അധ്യക്ഷനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ജനങ്ങൾക്കിടയിൽ മോശം പ്രതികരണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധിയുടെയും സർക്കാരിന്റെയും പാർട്ടിയുടെയും ഗൂഢാലോചനകൾ പുറത്തായെങ്കിലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം രഹസ്യ അജണ്ടകൾ ഇനി പല രൂപത്തിൽ പുറത്തു വരാൻ സാധ്യതകളുമുണ്ട്. 20 കോടി രൂപയുടെ അഴിമതി മാത്രമല്ല, ഇതിലൂടെ സമാഹരിച്ച വിവരങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ എങ്ങനെ ഉപയോഗിക്കുമെന്നതാണ് നാം ഇനി ചിന്തിക്കേണ്ടത്. പണമില്ലാതെ പാർട്ടിക്ക് വിവരങ്ങൾ കിട്ടാൻ പൊതുപണം ഉപയോഗിക്കുന്നത് നീതീകരിക്കാനുമാകില്ല. മുഖ്യമന്ത്രിയുടെ ഓഡിയോ പുറത്തായതോടെ ഇതിന്റെ എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ടി വരും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുക കൂടിയാണ്. പിണറായി വിജയന്റെ തുടർഭരണ മോഹങ്ങൾക്ക് ഈ കോടതി വിധി തടയിടുമോ, അതോ ഇനി വികസനത്തിന്റെ പുകമറയിൽ അവർ വീണ്ടും അധികാരം പിടിക്കുമോ? UDF തങ്ങളുടെ ഐക്യം വീണ്ടെടുത്ത് ശക്തമായി തിരിച്ചു വരുമോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാലം നൽകുകയും ചെയ്യും. എന്തായാലും നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി കേരള രാഷ്ട്രീയത്തിലെ വരും ദിനങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.